ചായയും കൊണ്ട് വണ്ടി വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെ പ്ലാന്റ് ഇത് മൊത്തം ഇതാ നോക്കി, ഫുള്ള് നിശബ്ദമായി കിടക്കുകയാണ്. ഒരു പണിയും നടക്കുന്നില്ല. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ പ്ലാന്റ് രാവിലെ തന്നെ കംപ്ലൈൻ്റ് ആയി. നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു ബ്ലോവർ മോട്ടർ ബൈൻഡിങ് അടിച്ചു പോയി. അപ്പോൾ നമ്മുടെ ആശാൻ വന്നിട്ടുണ്ട്, അതിപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ശരിയാക്കിയാലേ നമ്മുടെ പ്ലാന്റിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇനി നടക്കുള്ളൂ. നമ്മുടെ GSBയുടെ വർക്ക് ഇപ്പം തകൃതിയായി നടക്കുന്നുണ്ട്. ലോഡ് കണ്ടമാനം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉപ്പള പണി എന്തായെന്നുള്ളത് ഞാൻ അറിയില്ല, കുറേ കാലമായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉപ്പള പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. ഉപ്പള പാലത്തിൻ്റെ ഈ വശങ്ങളിലായിട്ട് റോഡൊക്കെ ഓപ്പൺ ആയി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേരെ ഉപ്പള ഗേറ്റിൻ്റെ അടുത്താണ്. ഇവിടെയൊക്കെ നല്ല റോഡ് അടിപൊളിയായിട്ടുണ്ട്. രണ്ട് സൈഡും റോഡ് ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. മുന്നിലായിട്ട് നമ്മളെ ഉപ്പളയുള്ള ഫ്ലാറ്റൊക്കെ കാണാം. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ലൈനും കാര്യങ്ങളൊക്കെ വരേണ്ട പരിപാടിയാണ് ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ വേണ്ടി പോകേണ്ടത് ഇവിടെ. അപ്പോൾ നമ്മുടെ റോഡ് സൂപ്പറായി വരുന്നുണ്ട്. ഓരോ സ്പീഡ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഇനിയിപ്പോൾ ഉപ്പള ഫ്ലൈ ഓവറിനും അതുപോലെ തന്നെ കൈക്കമ്പ അണ്ടർപാസിനും ഇടയിലുള്ള വർക്കാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അത് നമുക്കിപ്പോൾ കാണാം. നമ്മളിപ്പോൾ ഡൈവേഷനായിട്ട് സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഗാരേജ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലോട്ടാണ്. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടിപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വണ്ടിയൊക്കെ പോകുന്നത്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറും അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തീരും, വർക്ക് കഴിയും. പിന്നീട് ഈ റോഡ് ഡയറക്റ്റ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ നേരെ കൈക്കമ്പ 100% മുകളിൽ കൂടെ നേരെ അങ്ങനെ ഒറ്റ പോക്കാണ്. ആ ഏരിയയിൽ മാത്രമാണ് ഇപ്പം ചെറിയൊരു മെയിൻ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അടുത്തുള്ള ആര്യവളിലെ പണിയൊക്കെ ഇതാ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് വെക്കേണ്ട പരിപാടിയാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡിലുള്ള പണി മൊത്തം, ആര്യവളിലെ പണി മൊത്തം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ സ്ലാബിൻ്റെ പണിയും ഏതാണ്ട് ഇങ്ങനെ ഇതാ തീർന്ന് വരികയാണ്. അടിപൊളി മാറ്റമാണ് ഇപ്പോൾ ഉപ്പള ടൗണിൽ വരുന്നത്. പണിയൊക്കെ മൊത്തത്തിൽ സ്പീഡായിട്ടുണ്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ആര്യവാള് ഇത്രത്തോളം ആയി. ഇനിയിപ്പോൾ പൊങ്ങി വരണം ഓരോ ഘട്ടങ്ങളായിട്ട്. നമ്മുടെ ക്രെയിനൊക്കെ ഇത് ആര്യവാള് തൂക്കി പിടിച്ച് ഓരോരോ പാനൽ വെച്ച് വരുന്നുണ്ട്. ഈ ഏരിയയിലാണ് ഇപ്പം മെയിനായിട്ട് വർക്ക് നടക്കേണ്ട സ്ഥലം, വർക്ക് തീരേണ്ട സ്ഥലവും ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഓരോ ഘട്ടമായിട്ട് നമ്മുടെ ആര്യവാൾ പാനൽ ഇങ്ങനെ ഇരുവശങ്ങളിലായിട്ട് പൊങ്ങി വരണം. അതുപോലെ തന്നെ മണ്ണൊക്കെ വെച്ച് ഫോർമേഷനായി നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കമ്പ നോക്കുകയാണെങ്കിൽ കൈക്കമ്പ ഒരു സൈഡിലുള്ള ആര്യവാളിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി ഫ്രിക്ഷൻ സ്ലാബ് വെക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ആര്യവാൾ പാനൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കൈക്കമ്പ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള ആര്യവാൾ മൊത്തത്തിൽ മുകളിൽ വരെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കേണ്ടത്. ഇപ്പം മെയിനായിട്ട് പണി നടക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ഇതാ കൈക്കമ്പ അണ്ടർപാസേജിനും അതുപോലെ തന്നെ ഉപ്പള ഫ്ലൈ ഓവറിനും ഇടയിലുള്ള വർക്കുകളാണ്. അപ്പോൾ ഒരു സൈഡിൽ ഓൾറെഡി നമ്മുടെ കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരെ മറുവശത്തായിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആര്യവാൾ പാനൽ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ മെയിനായിട്ട് വർക്കിന് തീരേണ്ട സ്ഥലങ്ങൾ. ഇത് കുറേ ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ ആര്യവാൾ പാനൽ വെക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ ഒരുപാട് ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ദൂരം തന്നെ ഉണ്ട്. ഒരു സൈഡിൽ മൊത്തം മണ്ണൊക്കെ ഇട്ട് ഹൈറ്റാക്കി കാണാം. അവിടെയൊക്കെ പണി കഴിഞ്ഞു ഒരു സൈഡ്. ഇനിയിപ്പോൾ ആര്യവാൾ പാനൽ ഇങ്ങനെ പൊങ്ങി വരുന്നതോടുകൂടി ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഇപ്പോൾ നല്ല സ്പീഡിലാണ് നടക്കുന്നത്. ഈ ഒരു ഏരിയ കൂടി ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ നേരെ കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിൽ കൂടെ നേരെ നമ്മൾ റോഡ് മൊത്തത്തിൽ അങ്ങ് ഓപ്പൺ ആവും. അപ്പോൾ ഒരുപാട് ഏരിയകളിൽ റോഡ്
ഓപ്പൺ ആവും. പിന്നെ ഉള്ളത് ചെറിയ ആ ഏരിയയിലാണ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത്. ബാക്കി ഏതാണ്ട് നമ്മുടെ റോഡിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഫൈനൽ ലെവൽ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഇതാ പള്ളിയുടെ സൈഡിലായിട്ട് ഇപ്പോൾ ആറിവളിലെ പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ഹൈറ്റിലോട്ട് ഇനിയിപ്പോൾ ഈ റോഡിനെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആറിവാളിൻ്റെ പണി ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ പാനൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വെച്ച് വരുന്നുണ്ട്. നമ്മുടെ സൈഡിലൊക്കെ ഇതാ ക്രെയിന് ആറിവാൾ പാനൽ തൂക്കിയെടുത്ത് ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡർ മണ്ണ് ലെവലാക്കുന്നുണ്ട്. റോളറൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഈ ഒരു ഏരിയ എത്രത്തോളം ഹൈറ്റിൽ ഇനിയിപ്പോൾ പൊങ്ങി വരണം. നമ്മുടെ മറുവശത്തായിട്ടുള്ള ആറിവളിലെ പണി നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൊത്തം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതാ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ സ്ലാബിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു ഉപ്പള ടൗണിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമായി കേട്ടോ. ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുന്നിലിതാ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഈ സൈഡിലായിട്ട് ആറിവാൾ ഇതാ മൊത്തം കഴിഞ്ഞു. ഇരുവശങ്ങളിലായിട്ട് ആറിവാളിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഫ്രിക്ഷൻ സ്ലാബ് വെക്കേണ്ട ഒരു പണി മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ തന്നെ WM-ഉം GSB ഒക്കെ ഇട്ട് റോഡിൻ്റെ പണിയും തീർക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും ഫ്രിക്ഷൻ സ്ലാബ് വെച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണി ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ള ഏതാണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പോയിട്ട് ഉപ്പളൊക്കെ പോയി നമ്മൾ തിരിച്ച് വീണ്ടും പ്ലാന്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പ്ലാന്റ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിശബ്ദമായിട്ട് കിടക്കുകയാണ്. നമ്മുടെ GSBയിലാണ് പണി. ഇപ്പോൾ ഇതാ ലോഡറൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ തള്ളിയിടുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാന്റിൽ നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ എന്തായി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡ്രമ്മിനുള്ളിൽ ഫയർ ചെയ്തിട്ട് എയർ അടിക്കാനുള്ള ബ്ലോവറിൻ്റെ മോട്ടറാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ ഇതാ മോട്ടർ കഴിച്ചിട്ടുണ്ട്, വലിയൊരു ഹോള് കാണാം. അപ്പോൾ നമുക്ക് മോട്ടർ നന്നാക്കുന്ന ഏരിയയിലോട്ട് പോകാം, എന്തായി എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ മോട്ടറാണ് കേട്ടോ ഇത്. നമ്മുടെ ആശാമെന്നത് മൊത്തം കഴിച്ച് ഇളക്കുന്നുണ്ട്. ഇനി ഇത് മൊത്തം ഇത് ബൈൻഡ് ചെയ്യണം, എന്നാലേ നമ്മളെ ബാക്കി പരിപാടിയൊക്കെ നടക്കും. ഇതാണ് നമ്മുടെ മോട്ടർ. അപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആശാനാണ് കേട്ടോ. നമ്മൾ മൊത്തം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കെല്ലാം ചെയ്യുന്ന നമ്മളെ ഹെഡ് ഇയാളാണ്. അപ്പോൾ ആശാൻ ഇതാ ഈ മോട്ടറിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ശരിയാക്കിയാലാണ് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. taruh kita ni bila